ഓപ്പറേഷൻ സിന്ദൂറിന് കീഴിൽ ഇന്ത്യ നടത്തിയ കൃത്യതയേറിയ ആക്രമണത്തെ തുടർന്ന് സ്ഥിതിഗതികൾ കൂടുതൽ വഷളായപ്പോൾ പാകിസ്ഥാന് അടിതെറ്റി. പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുറപ്പായി വെടിനിർത്തലിന് അഭ്യർത്ഥിച്ചു. പക്ഷെ പതിവ് പോലെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പാക് അത് ലംഘിച്ചു. ഈ ലംഘനം അവരുടെ ഉദ്ദേശത്തെയും വെടിനിർത്തലിന്റെ പ്രാക്ടിക്കൽ സൈഡിനെയും കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. 2 രാത്രികൾ നീണ്ടുനിന്ന നാടകീയ സംഘർഷത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും അപ്രതീക്ഷിതമായിട്ടാണ് ഒരു വെടിനിർത്തൽ കരാറിലെത്തിയത്. ശനിയാഴ്ച പുലർച്ചെ സ്ഫോടനങ്ങളും ബ്ലാക്ക് ഔട്ട്സും ഒക്കെ ആരംഭിച്ച സംഭവങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ നടന്നുവെന്ന് പറയപ്പെടുന്ന ഒരു അപ്രതീക്ഷിത വെടിനിർത്തൽ പ്രഖ്യാപനത്തിൽ അവസാനിക്കുകയായിരുന്നു. എന്നാൽ പതിവ് പോലെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ചു. സംഘർഷം ലഘൂകരിക്കാനുള്ള എല്ലാ പ്രതീക്ഷകൾക്കും മങ്ങലേൽപ്പിച്ചു. പ്രഭാതത്തിലെ സ്ഫോടനങ്ങൾ, സന്ധ്യയിലെ വെടിനിർത്തൽ, ഉപഭൂഖണ്ഡത്തെ പിടിച്ചുകുലുക്കിയ 72 മണിക്കൂറുകൾ എങ്ങനെയായിരുന്നു പരിശോധിക്കാം. നിയന്ത്രണ രേഖയിൽ ശനിയാഴ്ച രാവിലെ മുതൽ ശക്തമായ ആക്രമണങ്ങളുണ്ടായി. ഡ്രോൺ നുഴഞ്ഞുകയറ്റങ്ങൾ, കനത്ത ഷെല്ലാക്രമണം, അതിർത്തി കടന്നുള്ള പ്രൊജക്ടൈലുകളുടെ വർഷം, രാത്രി മുഴുവൻ മുഴങ്ങിയ വ്യോമാക്രമണ സൈറണുകൾ, അങ്ങനെ പലതും. ഇന്ത്യ ഇതിന് ശക്തവും നിർണായകവുമായ രീതിയിൽ തന്നെ തിരിച്ചടിച്ചു. ചിലർ ആദ്യം സീസ് ഫയർ എന്ന് വിശേഷിപ്പിച്ചതിനെ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ കൂടുതൽ കൃത്യതയോടെ സ്റ്റോപ്പേജ് ഓഫ് ഫയറിംഗ് എന്ന് വിളിച്ചു. അതായത് വെടിവയ്പ് നിർത്തിവെക്കൽ. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും സജീവമാണെന്ന് വൃത്തങ്ങൾ പറയുന്നു. സന്ദേശം ഇത്രയേ ഉള്ളൂ: നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും. നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറിയാൽ ഞങ്ങൾ പിന്മാറും. സംഘർഷാവസ്ഥ നേരിയ തോതിൽ കുറഞ്ഞേക്കാം, പക്ഷേ പോരാട്ടം അവസാനിച്ചിട്ടില്ല. ഇനി ഓപ്പറേഷൻ സിന്ദൂരിലേക്കുള്ള വളർച്ചയാണ്. ഈ അടുത്ത കാലത്തുണ്ടായ സംഘർഷങ്ങൾക്ക് കാരണം 2025 ഏപ്രിൽ 22 സംഭവമാണ്. അന്ന് പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരരും ചേർന്ന് കാശ്മീരിലെ പേൽഗാമിൽ 26 വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തി. ഇതിന് മറുപടിയായി സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചു. ഇത് വളരെ സിംബോളിക്, അതുപോലെ പ്രാക്ടിക്കലി ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നീക്കമായിരുന്നു. പാകിസ്ഥാൻ ദീർഘകാലമായി ഈ ഉടമ്പടിയിലെ വ്യവസ്ഥകൾ ലംഘിച്ചിരുന്നുവെങ്കിലും ഇന്ത്യയുടെ ഔദ്യോഗികമായ ഈ നടപടി ശക്തമായൊരു സന്ദേശം നൽകി. ഇന്ത്യൻ നയതന്ത്രജ്ഞർ ആഗോള പങ്കാളികളുമായി വിപുലമായ ചർച്ചകൾ നടത്തുകയും റിട്രിബ്യൂഷൻ, അക്കൗണ്ടബിലിറ്റി, ജസ്റ്റിസ്, പ്രതികാരം, ഉത്തരവാദിത്തം, നീതി എന്നീ 3 പ്രധാന തത്വങ്ങൾ ആവർത്തിക്കുകയും ചെയ്തു. പിന്നാലെ സൈനിക തയ്യാറെടുപ്പുകൾ അതിവേഗം നടന്നു. ശേഷം കൃത്യതയേറിയ ആക്രമണം. മെയ് 7 രാത്രി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചു. പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമായി 9 ഭീകര ക്യാമ്പുകളാണ് ലക്ഷ്യമിട്ടത്. കേവലം 25 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന നീക്കം. പുലർച്ചെ 1:05 മുതൽ 1:30 വരെ. എന്നാൽ എല്ലാ ലക്ഷ്യങ്ങളും കൃത്യതയോടെ നേടി. ഈ ആക്രമണങ്ങൾ ഭീകര ക്യാമ്പുകളെ മാത്രം ലക്ഷ്യമിട്ടുള്ളതായിരുന്നുവെന്നും സാധാരണക്കാരെയോ സൈനിക ലക്ഷ്യങ്ങളെയോ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല എന്ന് വ്യക്തമാക്കി ഇന്ത്യ ഒരു പ്രസ്താവന പുറത്തിറക്കുകയും പാകിസ്ഥാന്റെ സൈനിക നേതൃത്വവുമായി ബന്ധപ്പെടുകയും ചെയ്തു. എന്നാൽ പാകിസ്ഥാൻ പിന്മാറാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇന്ത്യൻ സാധാരണക്കാരുടെയും സൈനിക സ്ഥാപനങ്ങളുടെയും നേർക്കവർ ശക്തമായ ഷെല്ലാക്രമണവും ഡ്രോൺ ആക്രമണവും അതുപോലെ മിസൈൽ ആക്രമണവും ഒക്കെ നടത്തുകയായിരുന്നു. ഇവയൊന്നും വിജയിച്ചില്ല എന്ന് മാത്രമല്ല, പാകിസ്ഥാന് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഒരു വഴിത്തിരിവുണ്ടാകുന്നത് അമേരിക്കയുടെ ഇടപെടലോടെയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വരുന്നല്ല, സംഘർഷങ്ങൾക്കിടയിൽ US തുടക്കത്തിൽ അകലം പാലിച്ചു. ഇരുപക്ഷവും പ്രശ്നം പരിഹരിക്കുമെന്ന് പ്രസിഡന്റ് ട്രംപ് പരസ്യമായി പറഞ്ഞപ്പോൾ വൈസ് പ്രസിഡന്റ് JD വാൻസ് അമേരിക്കയുടെ ഏതൊരു പങ്കും നിഷേധിക്കുകയായിരുന്നു. എന്നാൽ മെയ് 9 രാത്രി ഒരു മാറ്റം സംഭവിച്ചു. നോൺ ന്യൂക്ലിയർ ആണെങ്കിലും ഒരു വലിയ സംഘർഷ സാധ്യതയെക്കുറിച്ച് ആശങ്കാകുലനായ വൈസ് പ്രസിഡന്റ് വാൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചു. മോദിയുടെ പ്രതികരണം ദൃഢമായിരുന്നു: ഇന്ത്യ ശക്തമായി പ്രതികരിക്കും. അടുത്ത ദിവസം തന്നെ മെയ് 10 പാകിസ്ഥാൻ പഞ്ചാബിലെ ആദംപൂർ എയർഫോഴ്സ് സ്റ്റേഷനിലും ജമ്മു കാശ്മീരിലെ ചില സ്ഥലങ്ങളിലും വലിയ തോതിലുള്ള ആക്രമണം നടത്തി. ഇതിന് മറുപടിയായി ഇന്ത്യ നിരവധി പാകിസ്ഥാൻ വ്യോമതാവളങ്ങളിൽ ആക്രമണം നടത്തി. നാശനഷ്ടങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങളും പുറത്തുവിട്ടു. പിന്നാലെ അമേരിക്കയുടെ ഇടപെടലുണ്ടാകുന്നു. തിരശ്ശീലയ്ക്ക് പിന്നിൽ പിന്നെ നടന്നത് ഇതാണ്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീറുമായി സംസാരിച്ചു. തുടർന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി ഫോണിൽ സംസാരിച്ചു. പാകിസ്ഥാന് വെടിനിർത്തൽ വേണമെങ്കിൽ അത് ശരിയായ സൈനിക ചാനലുകളിലൂടെ ആരംഭിക്കണമെന്ന് S ജയശങ്കർ റൂബിയോട് ശക്തമായി പറഞ്ഞു. ആ സന്ദേശം സിമ്പിളാണ്: ഇന്ത്യ വെടിനിർത്തലിന് ശ്രമിക്കില്ല, പാകിസ്ഥാൻ അത് അഭ്യർത്ഥിക്കേണ്ടി വരും. അങ്ങനെ അതും സംഭവിച്ചു. ശനിയാഴ്ച ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയോടെ പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് DGMO ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥനെ ഹോട്ട്ലൈൻ വഴി വിളിച്ചു സംസാരിച്ചു. എന്നാൽ ധൃതിയില്ലാത്ത ഇന്ത്യ പ്രതികരണം വൈകിപ്പിച്ചു. വൈകുന്നേരം 3:35 ഇരു DGMOമാരും സംസാരിച്ചു. പാകിസ്ഥാൻ ഔദ്യോഗികമായി വെടിനിർത്തൽ അഭ്യർത്ഥിച്ചു. വൈകുന്നേരം 5 മണിയോടെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. കര, വ്യോമ, നാവികസേനകൾ വഴിയുള്ള ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചു. അവിടെ കഴിയുന്നില്ല. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാൻ ലംഘനം നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു.
ഇത് പാകിന്റെ പ്രതിബദ്ധതയെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ തയ്യാറായി തന്നെ നിൽക്കുകയാണ്. ഏതൊരു പ്രകോപനത്തിനും മറുപടി നൽകാനുള്ള അവകാശം ഇന്ത്യക്കുണ്ടെന്നും ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ഊന്നി പറഞ്ഞു. ഇതൊരു സമാധാന ഉടമ്പടിയല്ല, ഇതൊരു താൽക്കാലിക തന്ത്രപരമായ ഇടവേള മാത്രമാണ്. പാശ്ചാത്യ മാധ്യമങ്ങൾ ഈ വെടിനിർത്തലിനെ യുഎസിന്റെ നയതന്ത്ര വിജയമായി ചിത്രീകരിച്ചേക്കാം. എന്നാൽ ഇന്ത്യൻ ഗവൺമെന്റിനുള്ളിലെ വൃത്തങ്ങൾ ഇത് വിദേശ മധ്യസ്ഥതയല്ല, മറിച്ച് സൈനികപരമായ തീരുമാനമായിരുന്നു എന്ന് തറപ്പിച്ചു പറയുന്നു. ഇന്ത്യയുടെ സന്ദേശം സ്ഥിരവും വ്യക്തവുമാണ്. നീതി നടപ്പാക്കപ്പെടും, പ്രതിരോധം നിലനിർത്തും, ഭാവിയിലെ ഏതൊരു ആക്രമണത്തിനും ശക്തവും നിർണായകവുമായ മറുപടിയും നൽകും.